പ്രോക്സികളെ നിയന്ത്രിക്കണമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. മറ്റന്നാൾ ജനീവയിൽ വെച്ചാണ് അമേരിക്കയുടെയും ഇറാന്റെയും സമാധാന കൂടിക്കാഴ്ച നടക്കുന്നത്. ഈ നടക്കുന്നതിന് നേതൃത്വം നൽകുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രിയാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾക്കൊപ്പം ഇറാൻ മേഖലയിൽ നടത്തുന്ന പ്രോക്സി വിഭാഗത്തിനുള്ള പിന്തുണ അപ്പാടെ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് എത്രത്തോളം ഗുണപരമായി ഭവിക്കുമെന്നോ എത്രത്തോളം ഇതിന് ഇറാൻ അംഗീകാരം നൽകുമോ എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു. മുൻപ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ചില നിലപാടുകളാണ് ഈ പറയപ്പെട്ട പ്രോക്സിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയം പ്രോക്സി വിഭാഗത്തിന് ആയുധം നൽകുന്നതുമായി ബന്ധപ്പെട്ടതാണ് എന്ന പരാമർശമാണ് നൽകിയത്. ന്യൂയോർക്കിൽ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെയും അമേരിക്കൻ പ്രസിഡന്റിന്റെയും കൂടിക്കാഴ്ച ഏകദേശം 3 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ഈ കൂടിക്കാഴ്ചയോടനുബന്ധിച്ച് ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ 90% അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്നുള്ള അഭിപ്രായമാണ് അമേരിക്കയിൽ നിന്ന് തന്നെ പുറത്തു വന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ യാതൊരു ദാക്ഷിണ്യം കൂടാതെ ഇറാനെ ആക്രമിക്കണം അമേരിക്ക എന്നുള്ളതായിരുന്നു പ്രധാനമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. അത്തരമൊരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ യുദ്ധസമാന സാഹചര്യങ്ങളിലൊക്കെ മുന്നൊരുക്കം നടത്തുന്ന സമയത്ത് അതിൻ്റെ ഭവിഷ്യത്തുകൾ പിന്നാമ്പുറം വരാനുള്ളത് എത്രത്തോളം കാഠിന്യമാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ പോലും അമേരിക്ക പരാജയപ്പെടുകയാണ്. കാരണം അവരുടെ ഇൻ്റലിജൻസ് പോലും ഇതിൻ്റെ പ്രതികരണങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കാത്ത വിധം ഒതുങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാഠിന്യം കൂട്ടണം എന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ഒരു പുതിയ കപ്പൽ കൂടി മെഡിറ്ററേനിയൻ കടലിലേക്ക് അമേരിക്ക അയക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സമാധാനമായിരിക്കുന്ന എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും തങ്ങൾ നടത്തുമെന്നും അതിൻ്റെ ഒടുവിൽ മാത്രമായിരിക്കും യുദ്ധം എന്നുള്ളതുമാണ് അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇറാനുമായിട്ടുള്ള യുദ്ധം എന്നോ പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ സംവിധാന ഒരുക്കങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. അപ്പോൾ പുതിയൊരു കപ്പൽ വന്നു എന്നതുകൊണ്ട് ഞങ്ങൾക്കതൊരു ഞെട്ടലൊന്നുമില്ല, ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ ആവർത്തനം ഇപ്പോൾ പറയുന്നു എന്ന് അതിന് മറുപടിയായിട്ട് ഇറാൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 3 നിർദ്ദേശങ്ങളിൽ 3 അംഗീകരിക്കില്ല എന്നുള്ളതാണ് അതിൽ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം. ഒന്ന്, പ്രോക്സി വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സഹകരണം ഉദ്ദേശിക്കുന്നത് ഈ ഇസ്രായേലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സാമ്പത്തികമായ, സൈനികമായ, തന്ത്രപരമായിരിക്കുന്ന പിന്തുണ. അതായത് അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കേണ്ട മേഖലയെക്കുറിച്ച്, പിന്നെ ബങ്കറുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇതിനൊക്കെ ഒരു രൂപം ഉണ്ടാക്കുക, ഇതിനൊക്കെ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്. അവർ പറയുന്ന കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൽ ഒന്ന്, അവർ പ്രോക്സികൾക്ക് സഹായം നൽകുന്നത് അത് നിർത്തലാക്കണം. പിന്നീട് ആയുധ നിർമ്മാണം, അതായത് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണം വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അത് സാരമായിട്ട് തങ്ങളുടെ രാജ്യത്തെ ബാധിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിന് നിയന്ത്രണം കൊണ്ടുവരണം. മൂന്നാമത്തത്, അവിടുത്തെ ഉള്ള പ്രക്ഷോഭകാരികൾ എന്ന് പറയുന്ന സമയത്ത് മൊസാദ് സംഘത്തിൽ പെട്ട നല്ലൊരു വിഭാഗത്തെ ഇറാൻ പിടിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വലിയ രീതിയിലുള്ള കടുത്ത ശിക്ഷ നൽകാൻ സാധ്യതയുണ്ട്. അവരെന്ത് ചെയ്യണം? അവരെ മോചിപ്പിക്കുക. അവരെ എന്ന് പറയുന്ന സമയത്ത് മൊസാദ് വിഭാഗത്തിൽപ്പെട്ടവരെ എന്ന് പരാമർശിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പ്രക്ഷോഭകാരികൾക്ക് കടുത്ത രീതിയിലുള്ള ശിക്ഷ രഹസ്യമായ രീതിയിൽ ഇറാൻ നൽകുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരെ പൂർണ്ണമായ രീതിയിൽ മോചിപ്പിക്കണം. ആ കാര്യം അവർ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൽ പ്രധാനമായിരിക്കുന്ന മറ്റൊരു കാര്യമായിട്ട് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ പിന്നെ അടുത്ത വിഷയമാണ് പറയുന്നത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശം 2 തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അതിൽ ഇറാൻ പറയുന്ന കാര്യം, തങ്ങളുടെ കൈവശത്തിലുള്ള സമ്പുഷ്ട യുറേനിയം അതിൻ്റെ കാഠിന്യം കുറക്കാനും നിയന്ത്രിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ആ തയ്യാറാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപരോധം പിൻവലിക്കണം. രാജ്യത്തിൻ്റെ അകത്ത്, ഇറാൻ്റെ അകത്തുള്ള പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വിഷയം അവിടുത്തെ തൊഴിലില്ലായ്മയും സാമ്പത്തിക തകർച്ചയുമാണ്.
അത്തരം വിഷയങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കിയത് ആരാണ്? അമേരിക്കയാണ്. ഡോളറിന്റെ വിനിമയം ആ രാജ്യത്ത് നടത്താത്ത വിധമുള്ള സംവിധാനങ്ങൾ സാമ്പത്തിക രംഗത്ത് ഒരുക്കൂട്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ അമേരിക്ക. അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അമേരിക്കയിൽ ഉണ്ടായതാണ്. അതുകൊണ്ട് അത് തങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ വിഷയങ്ങളൊക്കെ ഞങ്ങൾ പരിഗണിക്കാൻ തയ്യാറാണ്. പക്ഷേ എന്ത് ചെയ്യണം? ഉപരോധം പിൻവലിക്കണം. ഇതാണ് അത് നിർദ്ദേശമായിട്ട് ഈ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് എത്രത്തോളം അമേരിക്ക സമ്മതിക്കുമെന്ന കാര്യത്തിലൊക്കെ ഇപ്പം തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നീട് സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള മറ്റൊരു ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്: സമാധാന ആവശ്യത്തിന് വേണ്ടി എല്ലാ രാജ്യവും ഉപയോഗിക്കും പോലെ ഇറാനും ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യവും അവകാശമുണ്ട്. അത് ഭരണഘടനാ അടിസ്ഥാനത്തിൽ എല്ലാ രാജ്യത്തിനുമുള്ള ഈ പരിഗണന തന്നെയാണ്. അതല്ലെങ്കിൽ ആ രാജ്യത്തിനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്. മറ്റു രാജ്യത്തിന് ചോദിക്കാനുള്ള അധികാരമൊന്നുമില്ല. ഇതിനെന്ത് ചെയ്യണം? ഇതിൽ അമേരിക്ക ഇടപെടാൻ പാടില്ല. ഇതാണ് അതിൽ പറയപ്പെട്ട മറ്റൊരു പ്രധാനമായിരിക്കുന്ന കാര്യം. എന്നാൽ ജനീവ ചർച്ചയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏതിലൂന്നിരിക്കുന്ന ചർച്ചയാണ് നടത്തുക എന്നതിനെക്കുറിച്ച് ഇപ്പോഴും രൂപമായിട്ടില്ല. കാര്യം ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ഇന്ന വിഷയങ്ങളാണ് സംസാരിക്കേണ്ടത് എന്ന നിർദ്ദേശം സാധാരണഗതിയിൽ ഇറാൻ പറയാറുണ്ട്. ഈ പ്രാവശ്യം അത് പറയാൻ സാധ്യതയുണ്ട്. കാര്യം രാജ്യത്തിൻ്റെ അകത്ത് നടന്ന ആഭ്യന്തര വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരാമർശങ്ങളൊന്നും പറയാനില്ല. അത് തങ്ങളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയമാണ്. അതങ്ങനെ തന്നെ അത് അവസാനിക്കുകയുള്ളൂ. അതിൽ ചർച്ചയില്ല. രണ്ടാമത്തേത് ആയുധം നിർമ്മിക്കുന്നതുമായിട്ട് മിസൈൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അങ്ങനെ തന്നെയാണ്. മിസൈൽ രാജ്യത്തിൻ്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മിക്കുന്നതാണ്. എല്ലാ രാജ്യത്തിനും സ്വാതന്ത്ര്യം ഉള്ളതുപോലെ ഞങ്ങൾക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അതും ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പിന്നീട് ആണവായുധമാണ്. ആണവായുധം നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ മുൻപേ പറഞ്ഞിട്ടുണ്ട്, ആണവായുധം നിർമ്മിക്കുക എന്നുള്ളത് തങ്ങളുടെ ഉദ്ദേശ കാര്യങ്ങളല്ല, ഞങ്ങൾ നിർമ്മിക്കാറില്ല. പകരം സമാധാന ആവശ്യത്തിന് വേണ്ടി ഈ യുറേനിയം നിർമ്മിക്കുക എന്നുള്ളത് എല്ലാ രാജ്യത്തിൻ്റെയും അവകാശമാണ്. അത് തങ്ങൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയില്ല. ഈ തരത്തിൽ എല്ലാ കാര്യത്തിലും അമേരിക്ക പറയപ്പെട്ട അല്ലെങ്കിൽ ഇസ്രായേൽ മുന്നോട്ട് വെക്കപ്പെട്ട ഒരു നിർദ്ദേശവും അംഗീകരിക്കുകയില്ല എന്നുള്ളിടത്തേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ പരിണിത ഫലങ്ങൾ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ യുദ്ധസ്ഥിതികളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ അമേരിക്കയുടെ പുതിയ കപ്പൽ വന്നതിനോടനുബന്ധിച്ച് ഇറാൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും പുതിയ സൈനിക വിഭാഗങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 5 ലക്ഷത്തോളം ഏകദേശം റിസർവ് പേഴ്സണൽ ട്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നു. ഈ വിഭാഗത്തോടൊക്കെ ഏകോപനത്തോട് നിൽക്കാൻ വേണ്ടിയിട്ടും യുദ്ധനിർദ്ദേശം ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ തന്നെ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടുമുള്ള നടപടികളൊക്കെ ഇറാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇറാൻ അത് പ്രത്യേകമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ സൈനികർക്കും ഒഴിവ് നൽകുന്നതെല്ലാം, അതായത് ഒഴിവുകളൊക്കെ നിർത്തലാക്കിയിട്ടുണ്ട്. എല്ലാവരും യുദ്ധമുഖത്താണ്, സജീവമാണ്, 24 മണിക്കൂറും നിരീക്ഷിക്കുന്ന തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന രീതിയിലൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ രീതികൾ എന്ന് പറഞ്ഞാൽ വെനിസ്വേല മോഡൽ ഏതെങ്കിലും തരത്തിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം ഇറാന് നേരെ ഉണ്ടാകുമോ എന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. അതിനനുസരിച്ചുള്ള സംവിധാന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ ഒരുക്കൂട്ടിയിരിക്കുന്നത്. കാരണം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക മുൻപ് കാലങ്ങളിൽ സ്വീകരിക്കപ്പെട്ട തന്ത്രങ്ങൾ, അവരുപയോഗിക്കുന്ന രീതികൾ, അവരുടെ ശൈലികൾ വളരെ കൃത്യതയോടുകൂടി പഠിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം. അതുകൊണ്ട് തന്നെ അമേരിക്കയെ നിയന്ത്രിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അമേരിക്കയുടെ യുദ്ധത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് ഏത് തരത്തിലും സാധ്യമാകുന്ന സ്ഥിതിയാണുള്ളത്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.